യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിൻ്റെ 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും. ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദ്യം. ഇന്നലെ നമ്മളിട്ട ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതേ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലിസൺ ആൻഡ് ഡു ആണ് കേട്ടോ. അപ്പോൾ അവിടെ കളർ ദ ട്രീ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രോ 3 മാംഗോസ് ഓൺ ദ ട്രീ ആൻഡ് കളർ ഇറ്റ് യെല്ലോ കൊടുക്കാൻ പറയുന്നുണ്ട്. ഡ്രോ എ പാരറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ആൻഡ് കളർ ഇറ്റ് പറയുന്നുണ്ട്. എ കാർ ഈസ് ഓൺ ദ റോഡ്, കളർ ഇറ്റ് റെഡ്, അതൊക്കെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കൈക്ക് ബ്ലൂ കളർ കൊടുക്കുന്നു, ട്രീ ഗ്രീൻ ആണ്, 3 മാംഗോസ് യെല്ലോ ആണ്, പാരറ്റ് ഇനി സ്യൂട്ടബിൾ കളറാണ്, കാറിന് റെഡ് കളർ. ഇതാണ് നമുക്ക് അതിനോട് പറയാൻ വേണ്ടി, അതിൽ നമുക്ക് ചെയ്യാൻ തന്ന പ്രവർത്തനം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുമ്പോൾ ഹലോ ഫ്രണ്ട്സ് ആണ്. റീഡ് ആൻഡ് റൈറ്റ്. ബസ്, റാബിറ്റ്, മങ്കി, പോലീസ് ഓഫീസർ, കാറ്, ജീപ്പ്, കൗ, ഗോട്ട് അല്ലേ? അത് റീഡ് ആൻഡ് റൈറ്റ് ആണ്. അത് നിങ്ങൾ അതിലേക്ക് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ബസ്, റാബിറ്റ്, മങ്കി, കാർ, ജീപ്പ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് ഏതാണോ തിരഞ്ഞെടുത്തിട്ട് ആ ബലൂണിലേക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നു, കളർ ചെയ്യുന്നു അല്ലേ? ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ഹു ഈസ് ഹൈഡിങ് എന്നാണ് ചോദിച്ചത്. ജോയിൻ ദ ഡോട്ട്സ്, കളർ ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്കറിയാം ബസ്സിനെ കിട്ടും അല്ലേ? എന്നിട്ട് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം എ, സൈഡിൽ ബ്രാക്കറ്റിലായിട്ട് അതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു ഐ ആം എ ബിഗ് ബസ് അല്ലേ? ഹോങ് ഹോങ്. പിന്നെയോ ബസ്, ദ ബസ് ഈസ് ഓൺ ദ റോഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ബിഗ് ബസ് ഹോങ് ഹോങ് റോഡ്, അതാണ് അവിടെ കൊടുക്കേണ്ട ആൻസറിൻ്റെ, അതാണ് തന്നത് കേട്ടോ. PDF നമുക്ക് അയച്ചുതരാം, ഞാൻ അയച്ചുതരാം. റോഡ് റെഡി. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. റൈഡാണ് അല്ലേ? കംപ്ലീറ്റ് ദ ഡയലോഗാണ്. സ്റ്റോപ്പ്, ഡു നോട്ട് ഗോ ഡാഷ്, ഐ ആം ഡാഷ്, ഡു നോട്ട് ഡാഷ് ഇറ്റ് ഡാഷ് ഡാഷ്. അപ്പോൾ അവിടെ നമുക്ക് കൊടുക്കാം സ്റ്റോപ്പ്, ഡു നോട്ട് ഗോ ഫാസ്റ്റ്, ഐ ആം സോറി അല്ലേ? അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ബസ്സിൻ്റെ, അത് സോറി പറയുന്നതാണ്, ഐ ആം സോറി. പിന്നെയോ ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ? അല്ലെങ്കിൽ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു? അദ്ദേഹമല്ല, ബസ് എന്ത് പറയുന്നു? ഓക്കെ, താങ്ക് യു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഫ്രണ്ട്സ് ഓൺ ദ റോഡാണ്. ആഡ് മോർ ലൈൻസ് ടു ദ റൈം ആൻഡ് കളർ ദ പിക്ചേഴ്സ് ആണ് കൊടുത്തത്. കംസ് എ ജീപ്പ്, ബ്ലാക്ക് ജീപ്പ്, ടു ജീപ്പ്, ദ ജീപ്പ് ഈസ് ഓൺ ദ റോഡ്. നമ്മളോട് ലാസ്റ്റ് എത്തത് കാറിൻ്റെതാണ്. കംസ് എ കാർ, റെഡ് കാർ, ബീപ്പ് കാർ, ദ കാർ ഈസ് ഓൺ ദ റോഡ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നല്ല ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അടുത്ത പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് വേർഡ്സും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം, അടിപൊളിയാക്കണം, സെറ്റാവണം, ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. ബൈ ടാറ്റ.